മാളു മാളേ ആ ആ ഇവിടെ നിക്കണ. ആ എന്താണ് ഏട്ടായി? നമ്മുടെ അയൽവക്കത്തെ പുതിയ താമസക്കാര് വന്ന് നീ അറിഞ്ഞായിരുന്ന? ഏയ് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ രാവിലെ മുതൽ അവിടെ വണ്ടി വന്ന ഒച്ചയിട്ട് അവ പുതിയ താമസക്കാര് വന്നതല്ലേ. അല്ല, നമ്മുടെ ആൾക്കാരാണ് അവര്? ഏയ് നമ്മുടെ ആൾക്കാരൊന്നുമല്ല, മുസ്ലിംസ് ആണ്. അയ്യേ, മുസ്ലിംസ് ആണ്. ഷേ, എന്താണ് മോളൂ ഒരു അയ്യേ? മുസ്ലിംസ് ആയാലും എന്താണ് കുഴപ്പം? ഓ, അവര് നമ്മളായിട്ടൊന്നും കൂട്ടുകൂടൂലെന്നേ. നമ്മുടെ ആൾക്കാരായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഷേ, ഞാൻ വിചാരിച്ചു പുതിയ അയൽവക്കൊക്കെ വന്നപ്പോ നല്ലൊരു കൂട്ടായാനേന്ന്. എന്റെ മാളു, ഇപ്പോഴും നല്ല കൂട്ടാവൻ എന്താണ് കുഴപ്പം? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരാളോട് എങ്ങനെ പെരുമാറുന്നു അതേപോലെ എനിക്കോട് തിരിച്ചാ അവര് നമ്മളോട് പെരുമാറുന്നത്. അതിന് ഈ ജാതി നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വേട്ടായി പറഞ്ഞത് ശരിയാണ്. അതും ശരിയാണെന്നല്ല, അതാണ് ശരി. ആ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ, ഏട്ടായിയുടെ ഫോണും കണ്ടോണ്ടിരിക്കണാണ്. കറിക്കേ ഒന്നുമില്ല, വല്ലതും മേടിച്ചോണ്ട് വാ, കറി വല്ലതും വെക്കണമെങ്കില്. കറിക്കൊക്കെ മേടിച്ചോണ്ട് വരാം. അല്ല മാളു, ഇന്ന് പെരുന്നാളല്ലേ? നമ്മളെ അയൽവക്കാര് മുസ്ലിംസ് അല്ലേ? അവര് വന്നിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ്. ഇനി വല്ല ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരുമോ? അത് നോക്കി നിന്നോ. വന്നിട്ട് ഇത്രയും ദിവസമായി, ഞാനിതുവരെ കണ്ടിട്ടില്ല അവിടുത്തെ പെണ്ണിനാ. പറഞ്ഞിട്ട് കാര്യമില്ല മാളു, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ടാവും. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ പേഴ്സ് എടുത്തുണ്ടോ, ഞാൻ മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ആ, ഞാൻ പേഴ്സ് എടുത്തോണ്ട് വരാം. ഏട്ടായി, അപ്പുറത്തോട്ടുള്ള പെണ്ണത് ഇങ്ങോട്ട് വന്നിട്ടല്ലോ. ആ, രണ്ടുപേരുണ്ടല്ലോ. എന്നെ മനസ്സിലായ? ഞാൻ പുതിയ വീട്ടിലെ താമസക്കാരാണേ. എന്റെ പേര് റിയ. ഇവിടെ വന്ന് നിങ്ങളൊക്കെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഓരോരോ തിരക്കായണ്ടേ വരാൻ പറ്റിയില്ല. ഞാൻ വന്നത് വേറൊന്നും ഉണ്ടല്ല, ഞങ്ങൾ വന്നിട്ട് ആദ്യത്തെ പെരുന്നാളാണല്ലോ. അപ്പൊ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടിയാണ്. ബിരിയാണി കഴിക്കൂലേ? ആ, കഴിക്കൂ. എന്നാ ശരി, ഞാൻ പോട്ടെ. ആ, അപ്പൊ ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ശരി. നല്ല ആൾക്കാരാണല്ലേ, സ്നേഹമുള്ളവരാണ്. അപ്പൊ നിന്റെ അഭിപ്രായമൊക്കെ മാറിയാ? നീ ഇതെന്നാണ് ആദ്യം പറഞ്ഞത്, ഇവര് നമ്മളോടൊന്നും സഹകരിക്കൂലെന്നല്ലേ? നമ്മുടെ ആൾക്കാരാണെങ്കിൽ മാത്രമേ നമ്മളോടൊപ്പം സഹകരിച്ചു പോകുള്ളൂ. ഇപ്പൊ ആ തീരുമാനം അഭിപ്രായമൊക്കെ മാറിയാ? ആ, മാറി. അല്ലട്ടായി, ഇത് നമ്മൾ ഓണമൊക്കെ വരൂലേ? ഓണം വരുമ്പോഴേ പായസമൊക്കെ ഉണ്ടാക്കി ഇതേപോലെ തന്നെ അവർക്കും നമുക്ക് കൊണ്ട് കൊടുക്കാട്ടാ. ഇപ്പൊ നീ ചിന്തിച്ചില്ലേ? ഇതാണ് ശരി, ഇങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. ഇതേപോലെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിയുമ്പോഴാണ് ബന്ധങ്ങളെല്ലാം വളരുന്നത്. അതിന് ജാതി മതം നോക്കേണ്ട കാര്യമില്ല. നമ്മൾ മനുഷ്യര് തമ്മിലുള്ള ഐക്യൂലേ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി ഉച്ചക്കത്തേക്ക് കറിക്കൊന്നും മേടിക്കാനായിട്ട് ഞാൻ പോകണ്ടല്ല. മോള് പോയി ബിരിയാണി വിളമ്പാൻ നോക്കി. അപ്പൊ ഈദ് മുബാറക്. ഈദ് മുബാറക്. വാ.